കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, ആഴമായ വചനത്തിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തെ തൊടുന്ന ജീവിത നിലവാരങ്ങൾക്ക് അസാധാരണമായി വിടുതൽ കൽപ്പിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുകയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 40 അധ്യായം 31 വാക്യം: യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഇന്ന് പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിലേക്ക് ആഴമായി വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശബ്ദം, യഹോവയെ കാത്തിരിക്കുന്നവർ. ഈ ഒരു അനുഭവം എല്ലാവർക്കും സാധ്യമല്ലാത്തതാണ്. ഇത് ഒരു രഹസ്യമാണ്, ഇതൊരു മർമ്മമാണ്. നാം അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങൾ പലർക്കും അതിനെക്കുറിച്ചൊരു അറിവുണ്ട്. എന്നാൽ ഇതിനകത്ത്, ഇതിൻ്റെ ഉള്ളിൽ നീറിപ്പുകയുന്ന ഒരു തലം മാത്രമല്ല, കർത്താവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവം ഇതിൻ്റെ ജീവിതത്തിൻ്റെ തലങ്ങൾ. ചുറ്റും നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ അത് കാണാൻ കഴിയത്തില്ല, നമ്മുടെ വിഷയമേ കാണാൻ കഴിയത്തുള്ളൂ. ഇന്ന് പരിശുദ്ധാത്മാവ് ചില ഹൃദയത്തോട്, ചില കുടുംബത്തോട്, വ്യക്തി ജീവിതങ്ങളോട് ശക്തിയോടെ ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ വൈദ്യലെ ആ വിഷയങ്ങൾ പലരും അറിഞ്ഞില്ലേ? കുടുംബത്തിൻ്റെ ആ സ്ഥിതിയിൽ സാഹചര്യങ്ങൾ സംഭവിച്ച വിഷയങ്ങൾ പലർക്കും അറിവായി. ദേശം, ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ പലരും അറിഞ്ഞിരിക്കുന്ന വിഷയമാണ്. അതെന്താകുമെന്നുള്ള വിചാരങ്ങൾ ജനമധ്യേ നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിൽ കർത്താവിനായി കാത്തിരിക്കുന്ന, ഇന്നും ദൈവത്തിനായി കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ വൈതലെ പരിശുദ്ധാത്മാവ് നിശ്ചയമായി ദൂത് വെളിപ്പെടുത്തുക. അതിനകത്ത് ഒരു പ്രത്യാശ ഇന്നും നഷ്ടപ്പെടുത്താതെ, ഇന്നും അതിനകത്തെ വിശ്വാസം പോയി പോകാതെ ആ വിഷയത്തിനായി കർത്താവിൻ്റെ പാദവിടത്തിലിരിക്കുന്ന അനുഭവമല്ലേ, നിശ്ചയ ലജ്ജിക്കത്തില്ല. പലരും അറിഞ്ഞ വിഷയം, പലർക്കും അറിവുള്ള വിഷയം, എന്നാൽ അത് ദൈവം പരിഹരിക്കുവാൻ പോകുന്നു, അത് ദൈവം ഇടപെടാൻ പോകുന്നു. ആ വിഷയത്തിലേക്ക് ദൈവം ഇതിൽ ലജ്ജിക്കുന്ന തലം തുറക്കപ്പെടത്തില്ല. കർത്താവിൻ്റെ ശക്തിയുള്ള കരം അതിനകത്ത് നിശ്ചയമായി സ്വർഗം വെളിപ്പെടുത്താൻ പോകുന്നു. ഈ അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തിൽ വചനം പറയുന്നു, ശക്തിയെ പുതുക്കുക. നമ്മുടെ ജീവിതത്തിലൊരു വിഷയം കടന്നു വരുമ്പോൾ നമ്മുടെ ആത്മീയ ശക്തി പുതുക്കം പ്രാപിക്കും. നമ്മൾ ആത്മമണ്ഡലത്തിൽ വീണ്ടും വർധനവിലേക്ക് കയറി വരും. കർത്താവിനെ കാത്തിരിക്കുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് അടുത്തു ചെല്ലുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു. ആ നിലയിൽ ഒരു ആത്മീയ വർധനവ് സംഭവിക്കും. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി മാറിയിരിക്കുക, നിൻ്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ കാരണമായി തീർന്നില്ലേ. സങ്കീർത്തനക്കാരന് ആ ഒരു ഗുണമുണ്ടായി. ദൈവത്തിൻ്റെ വൈതിലെ ഇന്നും നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചയിൽ, ഇന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ദർശനത്തിൽ നമ്മൾ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരു ഗുണമുണ്ട്, ഒരു നന്മയുണ്ട്. ആത്മീയ അഭിവൃദ്ധി പ്രാപിച്ചിരിക്കും. വിശ്വസ്തയോടെ, പ്രതീക്ഷയോടെ, ആവലോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഉറ്റിരിക്കുന്ന ദൈവം ഇതിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം വർദ്ധിച്ചിരിക്കും. വിശ്വാസത്തിൻ്റെ തലം വർധനവ് സംഭവിച്ചിരിക്കും. ഒരു ആത്മീയ പുതുക്കത്തിനാണോ ഈ ദിവസങ്ങളിൽ കർത്താവ് ആ വാഗ്ദത്തങ്ങളെ തടഞ്ഞത്? ദൈവം തന്നെ തടഞ്ഞ അനുഭവങ്ങളാണോ? ദൈവം തന്നെ തരാത്ത ആ മേഖലകളാണോ? അതിനകത്ത് അർത്ഥം, ആഴം അത് കിട്ടത്തില്ലെന്നല്ല, അത് തരത്തില്ലെന്നല്ല. ദൈവാഗ്രഹിക്കുന്ന ഒരു ആത്മീയ വളർച്ചയുണ്ട്. ശക്തിയെ പുതുക്കുന്ന, കഴുകൻ പറക്കുന്നത് പോലെ ആർക്കും ഒതുക്കാൻ പറ്റാത്ത നിലയിൽ ആത്മമണ്ഡലത്തിൽ വളർച്ചയുടെ ഒരു കാലഘട്ടമാക്കി പരിശുദ്ധാത്മാവ് കണ്ടിരിക്കുന്നു. കഷ്ടത നേരിടുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ പിന്മാറ്റങ്ങൾ, കർത്താവിനെ തള്ളിപ്പറയുന്നു, പ്രാർത്ഥന നിലച്ചു പോകുന്നു. ആ ഒരു സാഹചര്യത്തിലായിരിക്കുമ്പോൾ
കർത്താവിനെ കാത്തിരിക്കുന്നവരുടെ പ്രത്യേകതയാ അവർക്ക് വളർച്ചയുണ്ട്, അവർക്ക് ഉയർച്ചയുണ്ട്, അവർക്ക് തളർപ്പുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ പൈതലേ വിഷയങ്ങൾ നടന്നിട്ടില്ല, പ്രശ്നത്തിന് പരിഹാരം വരുത്തിയിട്ടില്ല, ദൈവത്തിൻ്റെ കരം കണ്ടിട്ടില്ല. പക്ഷേ ഇന്നും ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് നോക്കിക്കേ, ആത്മീയമായി വളർന്നില്ലേ, ആത്മീയമായി ഉയർച്ച പ്രാപിച്ചില്ലേ, കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ ഇടയായി തീർന്നില്ലേ, കഷ്ടതയിലായത് ഗുണമായെന്ന് പറയത്തക്ക നിലയിൽ എൻ്റെ ജീവിതത്തിൽ ആത്മീയ മേഖലകൾക്ക് ഒരു മാറ്റം ദൈവം വരുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ പൈതലേ, ആ ദൈവം സ്ഥിതിയെ തൊടാതിരിക്കത്തില്ല, ആ കർത്താവ് അവസ്ഥയ്ക്ക് മാറ്റം വരുത്താതിരിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ കാത്തിരുന്ന വിഷയം ഏതാണോ, കാത്തിരുന്ന് പ്രാപിക്കുന്ന ആ മേഖല ഏതാണോ, അത് ദൈവം കൈമാറാൻ പോകുന്നു. ശക്തിയെ പുതുക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, കഴുകൻ പറക്കുന്നത് പോലെ ആത്മമണ്ഡലത്തിൽ പറക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ജീവിതത്തിൽ ഒരിക്കലും തളർന്നു പോകാത്ത ആത്മീയ ബലം ഈ ദിവസങ്ങളിൽ ദൈവം വീണ്ടും ഏൽപ്പിക്കുക, വീണ്ടും ദൈവം അപ്രകാരം നിറയ്ക്കുന്ന ദിവസങ്ങളാക്കി കർത്താവ് തീർക്കുക. ഈ ദൂത് ശക്തമായി ഏറ്റെടുക്കട്ടെ, ഈ വചനം ആഴമായി വിശ്വസിക്കട്ടെ. എന്നിൽ ഇന്ന് വരെ വെളിപ്പെടാത്ത ചില മാറ്റങ്ങൾ, ചില പരിവർത്തനങ്ങൾ ആത്മീയ മേഖലയിൽ ദൈവം വരുത്തുന്നുണ്ട്, കർത്താവ് തരുന്നുണ്ട്. ദൈവം സഹായിക്കുക. ഇന്ന് പകൽക്കാലം ദൈവം വെളിപ്പെടുത്തുന്ന അതിശക്തമായ ദൂത് ദൈവത്തിൻ്റെ പൈതലേ ദൈവം തരാൻ പോവാ, ദൈവം പ്രവർത്തിക്കാൻ പോവാ. അത്ഭുതമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കുക. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നത്തെ വചനത്തിനായി സ്തോത്രം, വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ജനത്തെ അനുഗ്രഹിക്കണം, സഹായിക്കണം. അവരുടെ അവസ്ഥയിൽ സാഹചര്യം കണ്ടവൻ കർത്താവെ ശക്തിയെ പുതുക്കുന്ന ദിവസങ്ങളാക്കി ദൈവം തീർത്തനായി സ്തോത്രം. അങ്ങ് കർത്താവ് സ്ഥിതിയെ തൊടാൻ പോകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനയുടെ മറുപടികൾ ദൈവം കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.